കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ നൌഫൽ മംഗലശ്ശേരിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി ദുബായിൽ നിന്ന് നാട്ടിലേക്ക് കടന്നുകളഞ്ഞ മലപ്പുറം തിരൂർ സ്വദേശിയെ കണ്ടെത്തുമെന്നും ഉള്ള പരാതിയിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന് കൈമാറി. തനിക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായി. 2022 ഒക്ടോബറിലാണ് ദുബായിലെ കറൻസി ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനത്തിന് ഉടമയായ നൌഫൽ മംഗലശ്ശേരിയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഞാനില്ലാത്ത സമയത്ത് അവിടുന്ന് വാഹനത്തിൻ്റെ കീ എടുത്തുകൊണ്ട് പോയി പുള്ളിയുടെ റൂംമേറ്റിനൊപ്പം മദ്യപിക്കാൻ പോയതാണ്. വാഹനം ഒരു ഡിവൈഡറിൽ ഇടിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് സംഭവ സ്ഥലത്ത് തൽക്ഷണം മരിക്കുന്നു. ഇൻഷുറൻസ് കമ്പനി അതിലൊരു മറ്റൊരു നിലപാടെടുത്തത് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടായി എന്നതിനാൽ അത്തരം അപകടങ്ങളുടെ നഷ്ടപരിഹാരം നൽകുക ഞങ്ങളുടെ നിയമപരമായ ബാധ്യതയിൽപ്പെട്ടതല്ല എന്നൊരു നിലപാടിലേക്ക് നീങ്ങുന്നു. അങ്ങനെ അതവർ കോടതിയിൽ ഒരു കേസായിട്ട് ഫയൽ ചെയ്യുന്നു. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് ന്യായം കാണുന്നു. കോടതി അവരുടെ വാദം അംഗീകരിക്കുകയും വാഹന ഉടമ എന്ന നിലയിൽ എനിക്ക് ഇൻഷുറൻസ് കമ്പനി ബ്ലഡ് മണിയായിട്ട് നൽകിയ 2.5 ലക്ഷം ദിർഹംസും പിന്നെ അവരുടെ പലിശയും 2.5 ലക്ഷം ദിർഹംസിൻ്റെ പലിശയും അവരുടെ കോടതി ചെലവുകളടക്കം 4,16,000 ദിർഹംസ്, അതായത് ഏകദേശം ഒരു 1.25 കോടി രൂപ നൽകണം എന്ന് വിധി പുറപ്പെടുവിക്കുന്നു. ദുബായിൽ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കി ഒരാളെ കൊല്ലുകയും ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയും ചെയ്ത് നാട്ടിലേക്ക് കടന്നു കളയുകയും ചെയ്ത മലപ്പുറം തിരൂർ സ്വദേശിയെ കണ്ടെത്താൻ നൌഫൽ മംഗലശ്ശേരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിയന്തര ഇടപെടൽ നടത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ സജീവമായിട്ട് ആ വിഷയം പരിഗണിക്കുകയും വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും 2-3 ഒഫീഷ്യൽസ് എന്നെ അവിടുന്ന് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ആ കേസ് എൻ്റെ പരാതി വടകര SP-ക്ക് കൈമാറി. പോലീസ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. തൻ്റെ ദുരവസ്ഥ മറ്റുള്ളവർക്ക് വരാതിരിക്കുവാനുള്ള മുൻകരുതലായി വ്യവസായിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ആ കേസിൽ കക്ഷി ചേരുക എന്നുള്ളതാണ്. ഞാൻ ആ കേസിൽ കക്ഷി ചേർന്നിരുന്നില്ല. കാരണം ഒരു ഭാഗത്ത് പ്രോസിക്യൂഷനുണ്ട്, മറുഭാഗത്ത് പ്രതിയുടെ ആളുകളുണ്ട്. ഇതിൽ എനിക്കെന്ത് കാര്യം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷേ അത് തെറ്റിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ തെറ്റിപ്പോയത് കൊണ്ടാണ് 1.25 കോടിയുടെ ഒരു വൻ തുകയുടെ ഒരു ബാധ്യത ഞാനിപ്പോൾ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.